മദ്രസകൾ യതീംഖാനകൾ ഒക്കെ എടുക്കാൻ സഹായിക്കാൻ ഉണ്ടാവാതിരുന്ന കാലത്ത് മുട്ടയും തേനും പാലും ഒക്കെ ലേലം വിളിച്ച് ആ ലേലം വിളിക്കുന്ന ഓരോ സന്ദർഭത്തിൽ കയറ്റി വിളിക്കുമ്പോൾ അവിടുന്ന് ആ കയറ്റി വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പണ്ഡിത വരേണ്യരായിട്ടുള്ള ആളുകൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ കേട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അസാധാരണമായ പ്രാർത്ഥന ഞങ്ങൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് കേൾക്കുകയാണ്. എന്താ പ്രാർത്ഥന? റഹ്മാനായ നാഥ, രാജസയ്യിദനായ തമ്പുരാനെ, ഷഹീദ് ഫസലിന്റെ ഘാതകരിൽ ഈ ഒരൊറ്റ പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് പ്രാർത്ഥിക്കുക. ഏതാ പുരോഗമന പ്രസ്ഥാനം? CPM-ന്റെ ഒരു പ്രവർത്തകനെയും നീ ഷഹീദ് ഫസലിന്റെ ഘാതകരിൽ ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ ഇവിടെ പൊതുയോഗം നടത്തി. ഈ വിനീതനായ ഞാനും അഡ്വക്കേറ്റ് സൈനുദ്ദീനും അവിടെ പ്രസംഗിച്ചു. സൈനുദ്ദീൻ അതിനിശ്ചിതമായി അവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസിനൊക്കെ മറുപടി പറഞ്ഞു. മറുപടി തൃപ്തിയില്ല എന്ന് പറഞ്ഞ് 25 ലക്ഷം ഉറുപ്പിക മാനനഷ്ടത്തിന് അവിടുത്തെ ഒരു ജലാലുദ്ദീൻ എന്ന് പറയുന്ന ആൾ കേസ് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഫസലിന്റെ ഘാതകരിൽ CPM പ്രവർത്തകന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മെമ്പർഷിപ്പ് നോക്കിയ ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് പടച്ചതമ്പൂരാനില്ല എന്ന് പ്രഖ്യാപിച്ചതാര? എന്ന് വിശുദ്ധ ഖുർആൻ